ഡോക്ടർ സി എ ജോസൂട്ടി, ഇപ്പോൾ ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചെറിയൊരു തുടക്കം, ഒരു വാതിൽ എന്ന രീതിയിലാണ് ഇതിനെ പലരും ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ഇതൊന്നുമല്ല, ഇതിനപ്പുറത്തേക്ക് കാണാനായിരിക്കുന്നു, ഇതിനപ്പുറത്തേക്ക് ഇന്ത്യക്ക് കടന്നു വരാനായിട്ടുണ്ട്. ഇന്ത്യയുടെ വിഭവങ്ങൾ ലോകരാജ്യങ്ങളിൽ മുഴുവൻ വിപണിയിലെത്തിക്കാനുള്ള വലിയൊരു അവസരമായി കൂടി ഇതിനെ നോക്കി കാണുന്നുണ്ട്. മറിച്ച് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വസ്തുക്കളും കുറഞ്ഞ തീരുവയിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു വിഷയം. എങ്ങനെ നോക്കിക്കാണുന്നു ഈ കരാറിനെ? ഇതൊരു വലിയ സമഗ്ര പാക്കേജാണ്. കാരണം ഇത് നമ്മൾ പ്രധാനമായിട്ട് ഒരു വ്യാപാര കരാർ എന്ന് പറയുമ്പോഴും അതിന് വളരെ രാഷ്ട്രീയമായ മാനങ്ങളും ഇതിനേക്കാൾ ഉപരിയായി ഇരു രാജ്യങ്ങളും ഇവരെ പരസ്പരം എങ്ങനെയാണോ കണ്ടിരുന്നത് ശീതസമരകാലത്തും അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊളോണിയൽ ഹിസ്റ്ററിയിലുമൊക്കെ കണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു കാഴ്ചപ്പാടോടുകൂടി കാണുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി നമുക്കിതിനെ വിലയിരുത്താം. ഇപ്പോൾ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നികുതി ഇളവുകൾ വലിയ രീതിയിൽ രണ്ട് രാജ്യങ്ങളിലെ കയറ്റുമതി ഇറക്കുമതികളിൽ ഉണ്ടാകും. അതുപോലെ ഈ രണ്ട് രാജ്യങ്ങളും നല്ല മാർക്കറ്റുകളാണ്. ഇന്ത്യ ഏറ്റവും വലിയ മാർക്കറ്റുകളൊന്നാണ്. അതുപോലെ ബ്രിട്ടനും ലോകത്തെ വലിയൊരു മാർക്കറ്റാണ്, ഒരു കമ്പോളമാണ്. അവിടേക്ക് ഈ സാധനങ്ങൾ കയറ്റി അയക്കാൻ അവിടെ നമ്മുടെ സാധനങ്ങൾ അവിടെ കൊണ്ട് വിൽക്കാം, അവരുടെ സാധനങ്ങൾ ഇവിടെ വിൽക്കാം നികുതി രഹിച്ച്. അപ്പം മാർക്കറ്റ് ആക്സസ് എന്ന് പറയുന്ന വലിയൊരു നേട്ടം ഇതിലുണ്ട്. മറ്റൊന്ന് ഈ പ്രൊഫഷണലുകളുടെ മൊബിലിറ്റി. ഇപ്പോൾ നമുക്കിവിടെ IT സെക്ടറിലാണെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യരംഗത്താണെങ്കിൽ മറ്റ് മേഖലകളിലൊക്കെ വളരെയധികം പ്രൊഫഷണൽസ് സർവീസ് സെക്ടറിൽ നമുക്കുണ്ട്. അവർക്കവിടെ കുറച്ചും കൂടെ ലളിതമായി പോകുവാനുള്ള നടപടിക്രമങ്ങളും അവരുടെ സർവീസുകളും ഒക്കെ അവിടെ ഉണ്ടാകും. അത് സംബന്ധമായിട്ടുള്ള പല എഗ്രിമെൻറ്റുകളും ഒക്കെ ചർച്ചയിലിരിക്കുകയും ഈ പ്രൊഫഷണലിസ്റ്റിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിലൊക്കെ ചില എഗ്രിമെൻറ്റുകളൊക്കെ ഓൾറെഡി ആയി കഴിഞ്ഞു. അതുപോലെ ഇനി നിക്ഷേപത്തിനുള്ള സാധ്യതകൾ, പരസ്പരം ഈ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിക്ഷേപിക്കുന്നതിനുള്ള സാധ്യതകൾ, ഇങ്ങനെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 മേഖലകളിൽ നികുതി, മാർക്കറ്റ് ആക്സസ്, പ്രൊഫഷണൽ മൊബിലിറ്റി, നിക്ഷേപ സാധ്യതകൾ, ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ ഒരു മാറ്റം ഈ രണ്ട് രാജ്യങ്ങളുടെയും വ്യാപാര ബന്ധത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതാണ് വ്യാപാര മേഖലയിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഏറ്റവും വലിയ നേട്ടം. അതിൻ്റെ നേട്ടം ഈ കൊച്ചു കേരളത്തിന് വരെ ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മുടെ മത്സ്യസമ്പത്ത്, അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസ്, ഇതെല്ലാം കയറ്റി അയക്കുവാനും അതുപോലെ നമ്മുടെ പാലുൽപ്പന്നങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. അതുപോലെ ബ്രിട്ടന് നേട്ടമുണ്ടാകും. അപ്പോൾ ഈ കരാർ വന്നപ്പോൾ നമുക്ക് നേട്ടമുണ്ടാകും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വിശകലനം ഞാൻ കണ്ടത്, ബ്രിട്ടൻ നീഡ്സ് ദിസ് എഗ്രിമെൻറ്റ് മോർ ദാൻ ഇന്ത്യ. അപ്പം ആഗോള രാഷ്ട്രീയത്തിലെയും യൂറോപ്യൻ യൂണിയനിലേക്ക് മറ്റ് സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ ബ്രിട്ടനും ഇതുകൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. അപ്പം പരസ്പരം വലിയ മ്യൂച്വലായിട്ടുള്ള, പരസ്പരം ഒരുപാട് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു എഗ്രിമെൻ്റായിട്ട് ഇത് മാറുമെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. അതായത് ശീതസമരകാലത്തിന് ശേഷം ഇന്ത്യ ബ്രിട്ടനും ലോകത്തിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഗ്രൂപ്പുകളിലായിരുന്നു, പ്രത്യേകിച്ചും ശീതസമരകാലത്ത്. അത് മാറി വന്നത് ശീതസമരം അവസാനിച്ചതിന് ശേഷമാണ്. അങ്ങനെ മാറി വന്നിരുന്നു എങ്കിലും അത് വേണ്ട രീതിയിൽ അത്ര വളർന്ന് വന്നില്ല എന്ന് വേണം നമ്മൾ കാണുവാനായിട്ട്. കാരണം ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ലേബർ പാർട്ടി, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രൈം മിനിസ്റ്ററാണ് അവിടെ ഉള്ളത്. ഈ ലേബർ പാർട്ടിക്ക് പല കാരണങ്ങളാലുമായിട്ട്, കാശ്മീരിൻ്റെ കാര്യത്തിലാണെങ്കിലും ഖലിസ്ഥാൻ തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിലും, എന്തിനേറെ പറയുന്നു നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ ഇവിടെ കൃഷിക്കാരുടെ ചില സമരങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ ലേബർ പാർട്ടി വളരെ നിശ്ചിതമായി ഇന്ത്യയെ വിമർശിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ഒരു കാശ്മീർ വിഷയത്തിൽ ഇടപെടാമെന്ന് വരെ 97-ൽ അവരുടെ പ്രധാനമന്ത്രിയോടൊപ്പം വന്ന ഫോറിൻ മിനിസ്റ്റർ ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ ഈ ലേബർ പാർട്ടിയുടെ നിലപാട് വളരെ വിമർശനാത്മകമായിരുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. ഇന്നിപ്പോൾ ആ ലേബർ പാർട്ടിയാണ് അധികാരത്തിലിരിക്കുന്നത്. ആ ലേബർ പാർട്ടിയുടെ പ്രൈം മിനിസ്റ്ററാണ് 22-ൽ ബോറിസ് ജോൺസനാണ് തുടങ്ങി വെച്ചുവെങ്കിലും ആ സമയത്താണ് 22-ലാണ് ഈ കരാറിൻ്റെ ചർച്ചകൾ ആരംഭിക്കുന്നതെങ്കിലും ഇന്ന് ലേബർ പാർട്ടി ആ കരാർ ഒപ്പിടുന്നു എന്നത് വലിയൊരു മാറ്റമാണ്, വലിയൊരു നരേറ്റീവാണ്. കാരണം ഈ രണ്ട് രാജ്യങ്ങൾക്കും പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് ഈ കൊളോണിയൽ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ശീതസമരകാലത്തെ അഭിപ്രായ വ്യത്യാസങ്ങളോ അതിനുശേഷമുണ്ടായിട്ടുള്ള ആഭ്യന്തര രാഷ്ട്രീയത്തിലെ നിലപാടുകളോ ഒന്നും തന്നെ വിലങ്ങുതടിയാകാതെ പൊതു താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നൊരു കാഴ്ച, അതിന് സാമ്പത്തികമായ കാര്യങ്ങൾ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ലോക രാഷ്ട്രീയത്തിൽ പരസ്പരം നയതന്ത്ര ബന്ധത്തിൽ ഇവരൊന്നിച്ച് നീങ്ങുന്നു എന്നുള്ള ഒരു ചിത്രത്തിൻ്റെ കാര്യം കൂടെ നമ്മളിവിടെ കാണേണ്ടതുണ്ട്. കാരണം വളരെ കാലം ബ്രിട്ടൻ ഇന്ത്യയെ കണ്ടിരുന്നത്
ഇന്ത്യയെ കൊണ്ട് ഒന്നും നന്നായി ചെയ്യുവാൻ കഴിയില്ല, അല്ലെങ്കിൽ വലിയ പോരായ്മകളുള്ള രാജ്യമാണ്, അതിൽ നിന്ന് നമ്മൾ വളരെ മാറിക്കഴിഞ്ഞു. ആ നെറേറ്റീവ് ഇനി വിറ്റുപോകുന്നില്ല, അല്ലെങ്കിൽ അത് ആയി ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ബ്രിട്ടനെക്കുറിച്ചുള്ള പല വിലയിരുത്തലുകളും, നമ്മളെ അടിമത്തത്തിൽ ഭരിച്ചിരുന്ന ഒരു രാജ്യം, നമ്മളെ ഇവിടെ നിന്നുള്ള വിഭവങ്ങളൊക്കെ കൊണ്ടുപോയി സമ്പന്നമായൊരു രാജ്യം, അതിന് വേണ്ടുന്ന പ്രതിഫലങ്ങളോ അതിൻ്റെ നമുക്ക് വരുത്തിയ നഷ്ടങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരവും തരാത്തൊരു രാജ്യം, ഇങ്ങനെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളിൽ കുടുങ്ങി. അതിനോടൊപ്പം ഞാൻ ഈ പറഞ്ഞ കാശ്മീരും ഖാലിസ്ഥാനും മറ്റ് രാഷ്ട്രീയ ആഭ്യന്തര വിഷയങ്ങളുമൊക്കെ കൂടിച്ചേർന്നിട്ടുണ്ടായ ഒരു അകൽച്ച, ലേബർ പാർട്ടി നേതൃത്വം കൊടുത്ത ആ അകൽച്ച ലേബർ പാർട്ടി തന്നെ മാറ്റുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു വലിയ രാഷ്ട്രീയമായ മാറ്റം. അപ്പോൾ ഇതൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു കരാറിനെ പോലെ തന്നെ പ്രാധാന്യം രാഷ്ട്രീയമായി ഇവർ ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്നൊരു മാറ്റം ലോകരാഷ്ട്രീയത്തിൽ. അവിടെയാണ് നമ്മൾ ഈ ചൈനയെയൊക്കെ നേരിടുന്നതിൽ ഒരു പരിധിവരെ ബ്രിട്ടനും ഇന്ത്യയും ഒക്കെ ഒന്നിച്ച് ഇൻഡോ പസഫിക്കിലെ മാറ്റങ്ങളുടെ ഭാഗമായി ഇപ്പം ചൈനയെ ബ്രിട്ടൻ ഇഷ്ടമല്ലെങ്കിൽ കൂടി അവരുമായി നല്ല വ്യാപാര ബന്ധമാണുള്ളത്. പക്ഷേ ചൈനയെ ഇഷ്ടപ്പെടാതെ നടത്തുന്ന ബന്ധമാണെങ്കിൽ ഇന്ത്യയെ ബ്രിട്ടൻ കൂടുതൽ ഇഷ്ടപ്പെട്ട് ഒരു വ്യാപാര ബന്ധത്തിലേക്ക് വരുമ്പോൾ വ്യാപാരത്തിൻ്റെ ഖനം കൂടും. അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ ഐക്യം കൂടും. പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുവാനായിട്ടുള്ള വലിയ സാധ്യതകളുണ്ട്. അതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടതാണ് ഇന്ത്യൻ ഡയസ്പോറ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ബ്രിട്ടനിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് വലിയ നേട്ടങ്ങൾ ഇതുകൊണ്ടുണ്ടാകും, വലിയ അവസരങ്ങൾ ഇവിടെ ഉണ്ടാകും. മറ്റു പല മേഖലകളിൽ വിദ്യാഭ്യാസം, ടെക്നോളജി, ഇന്നവേഷൻ, സ്റ്റാർട്ടപ്പ്, IT, അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഇങ്ങനെ നിരവധിയായ മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് ഇത് തുടക്കം കുറിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ശരി.